സൈഡ് ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ലൈഫ് പ്രോസസ് ഇൻ പ്ലാന്റ്സ് എന്ന ചാപ്റ്ററാണ്. കുറച്ച് മുന്നേ ഇടണം എന്ന് ഞാൻ വിചാരിച്ചൊരു ചാപ്റ്ററാണ്, പക്ഷേ കുറച്ച് കാരണങ്ങളാൽ ഇടാൻ പറ്റിയില്ല. ഓക്കെ, അപ്പം നമുക്ക് ഇന്നിത് സ്റ്റാർട്ട് ചെയ്യാം. എനിക്കറിയാം കുറേ പേരുടെ എക്സാം കഴിഞ്ഞ് കാണും. സോറി, എനിക്കത് കറക്റ്റ് ടൈമിൽ ഇടാൻ സാധിച്ചില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഈ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. വളരെ എളുപ്പമുള്ളൊരു ചാപ്റ്ററാണ്. നിങ്ങൾക്ക് അറിയാം, ആ ഒരു ഹെഡിങ്ങിൽ തന്നെ ഉണ്ട് ലൈഫ് പ്രോസസ് ഇൻ പ്ലാന്റ്സ് അല്ലേ. പ്ലാന്റ്സിന്റെ ലൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം, നമ്മളെപ്പോലെ തന്നെ എന്താണ് പ്ലാന്റ്സും ജീവനുള്ള ഒന്നാണ് പ്ലാന്റ്സ് എന്ന് നമുക്കറിയാം. ഓൾ ലിവിങ് ബീങ്സ് ഗ്രോ ആൻഡ് നീഡ് ഫുഡ് ഫോർ ദെയർ ഗ്രോത്ത് അല്ലേ. അപ്പൊ നമുക്ക് എന്തൊക്കെയാണ് ആവശ്യം? നമുക്ക് കുറച്ച് ന്യൂട്രിയൻസ് ലൈക്ക് കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, പ്രോട്ടീൻ, വൈറ്റമിൻസ് ഇതെല്ലാം നമ്മുടെ ഗ്രോത്തിന് ആവശ്യമാണ്. അതുപോലെ തന്നെ വെള്ളവും ആവശ്യമാണ്. ഓക്കെ, അത് നമുക്ക് കിട്ടുന്നത് നമ്മുടെ ഫുഡിൽ നിന്നാണ്. നമ്മൾ ഫുഡ് കഴിക്കുന്നത് കൊണ്ടാണ്. എന്നാൽ നമ്മുടെ ഈ പ്ലാന്റ്സ് ഫുഡ് കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ ആനിമൽ സീഡ് കഴിക്കുന്നത് പോലെ പ്ലാന്റ്സ് കഴിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് അവർ വളരുന്നത്? അവർക്ക് പുതിയ പുതിയ ഇലകൾ ഉണ്ടാകുന്നത്, കായ്കൾ ഉണ്ടാകുന്നത്, അതുപോലെ ഫ്ലവേഴ്സ് ഉണ്ടാവുന്നത്. അപ്പൊ അവർക്ക് എവിടെ നിന്നാണ് ഈ ഒക്കെ ഇതുപോലെയുള്ള ന്യൂട്രിയൻസ് ലഭിക്കുന്നത്? എങ്ങനെയാണ് ഫുഡ് കിട്ടുന്നത്? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹൗ ഡു പ്ലാന്റ്സ് ഗ്രോ? നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? എങ്ങനെയാണ് പ്ലാന്റ്സ് വളരുന്നത്? നമുക്കറിയാം, നമ്മുടെ നെയ്ബർഹുഡിലോട്ട് നോക്കുകയാണെങ്കിൽ പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നുണ്ട്, പുതിയ ലീവ്സ് ഉണ്ടാവുന്നുണ്ട്, ഹൈറ്റ് വെക്കുന്നുണ്ട്, സ്റ്റെമ്മ് തിക്കൻസ് ആവുന്നുണ്ട്, പുതിയ പുതിയ ബ്രാഞ്ചസുകൾ ഉണ്ടാവുന്നുണ്ട്. ഇതൊക്കെ എങ്ങനെയായിരിക്കും? ഈ കുട്ടികളുടെ അഭിപ്രായം എന്താണ്? ഈ കുട്ടി പറയുന്നത് എന്താണ്? വെൻ വി വാട്ടർ പ്ലാന്റ്സ് റെഗുലർലി ദേ ഗ്രോ ബെറ്റർ. സോ ഐ തിങ്ക് വാട്ടർ ഓൾസോ കോൺട്രിബ്യൂട്ട് ടു ഇറ്റ്സ് ഗ്രോത്ത്. എന്നാൽ ഇവള് പറയുന്നതോ, മേ ബി പ്ലാന്റ്സ് ടേക്ക് അപ്പ് ഫുഡ് ഫ്രം ദ സോയിൽ ത്രൂ ദർ റൂട്ട്സ് വഴി നമുക്ക് എന്താണ് ആ പ്ലാന്റ്സിന് ഫുഡ് കിട്ടുന്നുണ്ടാവാം. അല്ലെങ്കിൽ സൺലൈറ്റ് ആണ് പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് ഒരു റോൾ എടുക്കുന്നത് എന്ന് മറ്റൊരാൾക്ക് പറയാം. നിങ്ങൾക്കും കാണും അല്ലേ പല അഭിപ്രായങ്ങൾ. എന്തായാലും നമുക്ക് ഒരു ആക്ടിവിറ്റിയിലൂടെ ഇത് ചെയ്തു നോക്കാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പൊ ഈ ആക്ടിവിറ്റിക്ക് വേണ്ടത് 3 പോട്ടാണ്. ഇതുപോലെയുള്ള സെയിം പോട്ട് അല്ലെങ്കിൽ ബോട്ടിൽസോ കണ്ടെയ്നേഴ്സോ എടുക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഫാസ്റ്റ് ഗ്രോവിംഗ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു പ്ലാന്റ് കറക്റ്റ് ആയിട്ട് ഈ 3 വെക്കുക. എന്നിട്ട് ABC എന്ന് ലേബൽ ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? കൗണ്ട് ദ നമ്പർ ഓഫ് ലീവ്സ് ഓൺ ഈച്ച് സാപ്ലിങ്സ് ആൻഡ് റെക്കോർഡ് യുവർ ഒബ്സർവേഷൻ. നമുക്ക് ഓരോന്നിലുമുള്ള ആ ലീവ്സിന്റെ ഒക്കെ എണ്ണം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് ഇവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒരു പോട്ട്, അതായത് ഇപ്പം പോട്ട് A ആണെങ്കിൽ അത് ഡയറക്റ്റ് സൺലൈറ്റിൽ വെക്കാം. കീപ് ദ സോയിൽ ഇൻ ദിസ് പോട്ട് സ്ലൈറ്റ്ലി മോയിസ്റ്റ് ബൈ ആഡിങ് അഡിക്വേറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ എവറി ഡേ. എല്ലാ ദിവസവും നിങ്ങൾ അതിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. കറക്റ്റ് സൺലൈറ്റിന്റെ അടുത്ത് തന്നെ വെക്കുക. ക്ലിയർ ആയോ? ഒന്നാണെങ്കിൽ എവിടാണ്? പോട്ട് B ഈസ് കെപ്റ്റ് ഇൻ ഡയറക്റ്റ് സൺലൈറ്റ്. സൺലൈറ്റിന്റെ ഡയറക്റ്റ് തന്നെ വെക്കുക, പക്ഷെ നിങ്ങൾ വെള്ളം ഒഴിക്കരുത്, വിത്തൗട്ട് വാട്ടർ. ഓക്കെ, ഇനി മൂന്നാമത്തെ പോട്ട് എന്താണ്? പോട്ട് C ഈസ് കെപ്റ്റ് ഇൻ ദ ഡാർക്ക്. ഒരു ഡാർക്ക് റൂമിൽ വെക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം? വാട്ടർ കൊടുക്കുക. അതായത് ഇവിടെ സൺലൈറ്റ് ഇല്ല. അപ്പൊ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഒന്ന് സൺലൈറ്റും വാട്ടറിന്റെ പ്രസൻസ് ഉണ്ടായിരിക്കണം. ഒന്നിൽ സൺലൈറ്റിന്റെ മാത്രം പ്രസൻസ് ഉണ്ടായിരിക്കണം, മറ്റൊന്നിൽ വാട്ടറിന്റെ മാത്രം പ്രസൻസ് ഉണ്ടായിരിക്കണം. അപ്പം ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? നിങ്ങൾ ഇതിനെ ഒബ്സർവ് ചെയ്യാണ് കേട്ടോ. ഒബ്സർവ് ചെയ്യാണ് ഒരു 2 വീക്സ് ഒബ്സർവ് ചെയ്യുമ്പോൾ. എന്നിട്ട് അതിന്റെ ലീവ്സും ഹൈറ്റും അത് നന്നായിട്ട് വളർന്നോ, ലീവ്സിന്റെ കളർ എന്താണ്, ഇതൊക്കെയാണ് നമുക്ക് ഒബ്സർവ് ചെയ്യേണ്ടത്. ഒബ്സർവ് ചെയ്ത കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിനകത്ത് എഴുതി വെക്കണം കേട്ടോ. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഡയറക്റ്റ് സൺലൈറ്റ് വിത്ത് വാട്ടർ, ബി ഇൻഡയറക്റ്റ് സൺലൈറ്റ് വിത്തൗട്ട് വാട്ടർ, പിന്നെ എന്താണ് അതിന്റെ ഹൈറ്റ്, നമ്പർ ഓഫ് ലീവ്സ്, കളർ ഓഫ് ലീവ്സ്, ഒക്കെ ജസ്റ്റ് നിങ്ങൾ എഴുതി വെക്കാം. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം എന്തായിരിക്കും റിസൾട്ട് ഉണ്ടാവുക. റിസൾട്ട് ഉണ്ടാവുന്ന ഒന്നുമില്ല. പോട്ട് A, അതായത് കെപ്റ്റ് ഇൻ ഡയറക്റ്റ് സൺലൈറ്റ് വിത്ത് അഡിക്വേറ്റ് വാട്ടർ, എന്താണ്? ഗ്രോസ് ബെറ്റർ ദാൻ ദ പ്ലാന്റ്സ് ഇൻ ദ പോട്ട് C, വിച്ച് ഗെറ്റ്സ് അഡിക്വേറ്റ് വാട്ടർ ബട്ട് നോ സൺലൈറ്റ്. ആ സിയെ കഴിഞ്ഞു. സിയും എയും വെച്ച് നോക്കുകയാണെങ്കിൽ സിക്ക് വെള്ളമുണ്ട്, പക്ഷെ എന്താണ്? ഡാർക്ക് ആണ് അല്ലെ. അതായത് സൺലൈറ്റ് ഇല്ല. എന്നാൽ എ നോക്കിക്കേ, എല്ലാം ഉണ്ട്, സൺലൈറ്റും ഉണ്ട്, വാട്ടറും ഉണ്ട്. അപ്പൊ എ ആയിരിക്കും നല്ല രീതിയിൽ വളരുന്നത്.
ഓക്കെ. ദ പ്ലാന്റ് ഇൻ പോട്ട് ബി മേ ഹാവ് ഒന്നെങ്കിൽ എന്താകും അത് മേ ഹാവ് ഡൈഡ് ആസ് ഇറ്റ് ഡിഡ് നോട്ട് ഗെറ്റ് വാട്ടർ. അതിന് വാട്ടർ ഇല്ലാത്തത് കൊണ്ട് ചെടി നിൽക്കുവോ? ഇല്ല, വാട്ടർ ഇല്ലാതെ ചെടി നിൽക്കില്ല. അതുകൊണ്ട് അത് ഡയറക്റ്റ് സൺലൈറ്റിൽ തന്നെ വെറുതെ വെച്ചിരിക്കുകയാണ്. എന്ത് പറ്റും അതിന്? അത് കരിഞ്ഞു പോകും അല്ലേ? അപ്പോൾ ആ ഒരു പോട്ടിലുള്ള ചെടി എന്താണ്? കരിഞ്ഞു പോകും. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ദ റിസൾട്ട് ഇൻഡിക്കേറ്റഡ് ദാറ്റ് ദ പ്ലാന്റ്സ് റിക്വയർ ബോത്ത് സൺലൈറ്റ് ആൻഡ് വാട്ടർ ഫോർ ദെയർ ഗ്രോത്ത്. അപ്പൊ ഈ ഒരു ആക്ടിവിറ്റിയിലൂടെ നമുക്ക് മനസ്സിലായി പ്ലാന്റ്സിന് എന്ത് വേണം? സൺലൈറ്റും വേണം, വാട്ടറും വേണം അല്ലേ? അപ്പോൾ പ്ലാന്റ്സിന്റെ ഗ്രോത്തിന് സൺലൈറ്റും വാട്ടറും അത്യാവശ്യമാണെന്ന് നമുക്ക് മനസ്സിലായി അല്ലേ? ഇനി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, ഹൗ ഡു പ്ലാന്റ്സ് ഗെറ്റ് ഫുഡ് ഫോർ ദെയർ ഗ്രോത്ത്? എങ്ങനെയാണ് അവർക്ക് അതിന്റെ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ഫുഡ് കിട്ടുന്നത്? വി നോ ദാറ്റ് ആനിമൽസ് ഗെറ്റ് ദെയർ ഫുഡ് ഫ്രം പ്ലാന്റ്സിൽ നിന്നാണ് കിട്ടുന്നത് അല്ലെ? ഡയറക്റ്റ് അല്ലെങ്കിൽ ഇൻഡയറക്റ്റ് ആയിട്ട് നമ്മൾ എല്ലാവരും, ആനിമൽസും മനുഷ്യനും എല്ലാം ആരെ ഡിപ്പെൻഡ് ചെയ്യുന്നു? പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. ഡയറക്റ്റ് ആയിട്ട് പ്ലാന്റ്സിനെ ഈറ്റ് ചെയ്യുന്ന ആനിമൽസ് ഉണ്ട്, അല്ലെങ്കിൽ പ്ലാന്റ് ഈറ്റിംഗ് ആനിമൽസിനെ കഴിക്കുന്ന മറ്റ് ആനിമൽസ് ഉണ്ട്. എങ്ങനെ പോയാലും അവരെ ആരെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്? പ്ലാന്റ്സിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. എന്നാൽ പ്ലാന്റ്സ് എങ്ങനെയാണ് ഫുഡ് കിട്ടുന്നത്? അങ്ങനെ അവർ കഴിക്കുകയാണോ? അല്ല അല്ലെ? പ്ലാന്റ്സ് ഡു നോട്ട് ഈറ്റ് ഫുഡ്. അവരെങ്ങനെയാണ്? അവര് സ്വന്തമായിട്ട് ഫുഡ് മേക്ക് ചെയ്യാണ് ചെയ്യുന്നത് അല്ലെ? ഓക്കെ, നമ്മൾ എന്താണ് കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങി പ്രിപ്പയർ ചെയ്യുന്നു, എന്നാൽ നമ്മൾ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല. എന്താണ്? അവർ സ്വന്തമായി പ്ലാന്റ്സ് ഫുഡ് മേക്ക് ചെയ്യുന്നു. ഇനി എങ്ങനെയാണ് അവർ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. ലീവ്സ്, ദ ഫുഡ് ഫാക്ടറീസ് ഓഫ് പ്ലാന്റ്സ്. അപ്പോൾ ലീവ്സ് ആണ് നമ്മുടെ പ്ലാന്റ്സിന്റെ അടുക്കള, അല്ലെങ്കിൽ ഫുഡ് ഫാക്ടറീസ് ഓഫ് പ്ലാന്റ്സ്. ഫുഡ് ഫാക്ടറീസ് ഓഫ് പ്ലാന്റ് എന്ന് ചോദിച്ചാൽ ആരെയാണ് എഴുതേണ്ടത്? ലീവ്സ് ആണ്. അതായത് പ്ലാന്റ്സ് മറ്റുള്ളവരെ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ കടയിൽ പോയി സാധനം വാങ്ങി വന്ന് പ്രിപ്പയർ ചെയ്യുന്നില്ല. അവരെന്താണ്? സ്വന്തമായിട്ട് അവരുടെ ഫുഡ് അവർ മേക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഇനി എവിടെ വെച്ചാണ് അവർ ചെയ്യുന്നത്? അതാണ് നമ്മുടെ ലീവ്സ്. അവരുടെ കിച്ചൺ അല്ലെങ്കിൽ അവരുടെ ഫുഡ് ഫാക്ടറി എന്നാണ് ലീവ്സിനെ പറയുന്നത്. നിങ്ങൾക്കറിയാം ലീവ്സ് എങ്ങനെയാണ് ഇരിക്കുന്നത്? നല്ല ഫ്ലാറ്റ് ആയിട്ട്, ബ്രോഡ് അല്ലെ? ബ്രോഡ് ആൻഡ് ഫ്ലാറ്റ് ആണ്. പല പ്ലാന്റ്സിന്റെ ലീവ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. പ്ലാന്റ് സ്റ്റോർ ഫുഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. പ്ലാന്റ്സ് അവരുടെ ഫുഡ് ഏത് ഫോമിലാണ് അവർ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്? സ്റ്റാർച്ച് എന്ന് പറഞ്ഞ ഒരു ഫോമിലാണ്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഒരു ടൈപ്പ് ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, പ്ലാന്റ്സ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ച് എന്ന ഫോമാണ്. സ്റ്റാർച്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ കാർബോഹൈഡ്രേറ്റ് ആണ്. ക്ലിയർ ആവുന്നുണ്ടോ? ദിസ് സ്റ്റാർച്ച് ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ദ ലീവ്സ്. അതായത് അവരുടെ ഫുഡ് എന്താണ്? സ്റ്റാർച്ച് ആണ് അല്ലെ? അപ്പൊ ഇത് എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? അത് ലീവ്സിൽ വെച്ചാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ദീസ് ആർ മോസ്റ്റ്ലി ഗ്രീൻ. നിങ്ങൾക്കറിയാം നമ്മുടെ ലീവ്സ് മോസ്റ്റ്ലി ഏത് കളറാണ്? ഗ്രീൻ കളറാണ് അല്ലെ? അവർക്ക് ആ ഗ്രീൻ കളർ വരാനുള്ള കാരണം എന്ന് നിങ്ങൾക്ക് അറിയാമോ? അതും ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. ഈ ഒരു ഒറ്റ പാരഗ്രാഫിൽ തന്നെ നിങ്ങൾക്ക് 2-3 ക്വസ്റ്റ്യൻസിനുള്ള വകയുണ്ട് കേട്ടോ. അപ്പോ എന്താണ്? ദീസ് ആർ മോസ്റ്റ്ലി ഗ്രീൻ ബിക്കോസ് ദ പ്രസൻസ് ഓഫ് എ ഗ്രീൻ പിഗ്മെന്റ് കോൾഡ് ക്ലോറോഫിൽ. ക്ലോറോഫിൽ എന്ന് പറഞ്ഞ ഒരു ഗ്രീൻ പിഗ്മെന്റ് ലീഫിനുള്ളത് കൊണ്ടാണ് അവർക്ക് എന്ത് കളറ്? ഗ്രീൻ കളർ. ഇനി ഈ ക്ലോറോഫിൽ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ അവർക്ക്? ഉണ്ട്. വളരെ ഹെൽപ്പാണ് അവർക്ക് ഈ ഒരു ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട്. എന്താണ്? ദാറ്റ് ഹെൽപ്സ് ഇൻ ക്യാപ്ചറിങ് സൺലൈറ്റ് എഫിഷ്യൻ്റ്ലി. നിങ്ങൾക്ക് അറിയാം അല്ലേ? നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു സൺലൈറ്റ് വളരെ അത്യാവശ്യമാണ് ഇവരുടെ ഗ്രോത്തിന്. അപ്പൊ ഫുഡ് ഉണ്ടാക്കാൻ ആര് വേണം? സൺലൈറ്റ് വേണം. അപ്പൊ ഈ സൺലൈറ്റ് അവർക്ക് കൂടുതലായിട്ടും നന്നായി നല്ല എഫിഷ്യന്റ് ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ അവരെ ആരാണ് ഹെൽപ്പ് ചെയ്യുന്നത്? ക്ലോറോഫിലാണ്. ഇനി ഈ ക്ലോറോഫിൽ എന്ന ഗ്രീൻ പിഗ്മെന്റ് ഉള്ളത് കൊണ്ടാണ് നമ്മുടെ ഇലയൊക്കെ എന്താണ്? ഗ്രീൻ കളർ ആവുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ലീവ്സിനെ എന്തെന്ന് പറയുന്നത്? ഫുഡ് ഫാക്ടറീസ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. ഒന്നും കൂടെ ഞാൻ പറയാണ്, പ്ലാന്റ്സ് ഫുഡ് സ്റ്റോർ ചെയ്യുന്നത് ഏത് ഫോമിലാണ്? സ്റ്റാർച്ച് എന്ന ഫോമിലാണ്. സ്റ്റാർച്ച് എവിടെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ലീവ്സിലാണ്. ലീവ്സിലുള്ള ആ ഒരു ഗ്രീൻ പിഗ്മെന്റ് ആയ ക്ലോറോഫിലാണ് സൺലൈറ്റ് ക്യാപ്ചർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി
Let us find out the role of chlorophyll plays in the preparation of food in the form of starch in plants. നമുക്ക് നോക്കാം. നമുക്ക് എന്താണ് വേണ്ടത്? ആക്ടിവിറ്റി ചെയ്ത് നമുക്ക് നോക്കാം. വളരെ എളുപ്പമുള്ള ഒരു ആക്ടിവിറ്റിയാണ്. പക്ഷെ കെമിക്കലൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ടീച്ചർ നിങ്ങളിത് കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ കീപ് എ ലീഫ് ഇൻ എ ബോയിലിംഗ് വാട്ടർ ഫോർ എ 5 minutes ടു സോഫ്റ്റൻ ഇറ്റ്. അപ്പൊ നമുക്ക് എന്താണ് വേണ്ടത്? ഒരു ലീഫ് എടുക്കുക, നല്ലൊരു ഗ്രീൻ ലീഫ് എടുക്കുക. എന്നിട്ട് അതിനെ ഒരു വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ച് എന്ത് ചെയ്യുക? അതിനെ സോഫ്റ്റൻ ആക്കുക. എന്നിട്ട് അതെന്താണ്? ഇതുപോലെയുള്ള ഒരു ടെസ്റ്റ് ട്യൂബിനകത്തോട്ട് ഇടുക. എന്നിട്ട് അതിലേക്ക് ആൽക്കഹോൾ ഒഴിക്കുക. എന്നിട്ട് ഈ ടെസ്റ്റ് ട്യൂബ് എന്ത് ചെയ്യുക? ഒരു ബീക്കറിൽ കണ്ടെയ്നിങ് ബോയിലിംഗ് വാട്ടർ ഉള്ള ആ ഒരു ബീക്കറിലോട്ട് ഇറക്കി വെക്കുക. ഓക്കെ, എന്തിനാണെന്ന് വെച്ചാൽ ഈ ലീഫ് കളർലെസ് ആണ്, അതുവരെ അതെന്ത് ചെയ്യുക? ആ വാട്ടറിങ്ങിനെ നമ്മൾ തിളപ്പിക്കണം. എന്നിട്ട് ആ ലീഫ് അതിൽ നിന്ന് എടുത്തിട്ട് കളർലെസ് ആയി കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തിട്ട് ഇതുപോലെയുള്ള ഒരു പ്ലേറ്റിൽ വെക്കുക. ഇനി നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ അയഡിൻ സൊല്യൂഷൻ ആണ്. നമ്മൾ ഈ ചെയ്യുന്ന ടെസ്റ്റിന്റെ പേരാണ് അയഡിൻ ടെസ്റ്റ്. എന്താണ്? അയഡിൻ ടെസ്റ്റ്. അപ്പൊ എന്തിനാണ് അയഡിൻ ടെസ്റ്റ് നടത്തുന്നത്? നമ്മുടെ സ്റ്റാർച്ചിന്റെ പ്രസൻസ് കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. നമുക്കറിയണ്ടേ ക്ലോറോഫിൽ എങ്ങനെയാണ് ക്ലോറോഫിലിന്റെ ആ ഒരു പ്രസൻസ് എങ്ങനെയാണ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് അറിയണ്ടേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ്? ആ ലീഫ് എടുത്തു. ആ ലീഫിലേക്ക് put a few drops of dilute iodine solution ആഡ് ചെയ്യുന്നു. ഓക്കെ, ഒരു ഡ്രോപ്പറോ വല്ലോ യൂസ് ചെയ്തിട്ട്. അപ്പൊ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ഒരു ലീഫിന്റെ കളർ ചേഞ്ച് ആവുന്നത് കാണാൻ സാധിക്കും. ഒരു ബ്ലൂ ബ്ലാക്കിലേക്ക് പോകുന്നത് കാണാൻ സാധിക്കും. അപ്പോൾ അത് എന്തിന്റെ പ്രസൻസ് ഉണ്ടെന്നാണ് അർത്ഥം? ഇഫ് ദ കളർ ഓഫ് ദ ലീവ്സ് ചേഞ്ചസ് ടു ബ്ലൂ ബ്ലാക്ക്, അയഡിൻ സൊല്യൂഷൻ ഒഴിക്കുമ്പോൾ ബ്ലൂ ബ്ലാക്ക് ആകുന്നുണ്ടെങ്കിൽ ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച്. അപ്പൊ ആ ഒരു ലീഫിൽ എന്തുണ്ട്? സ്റ്റാർച്ച് ഉണ്ടെന്ന് അർത്ഥം. അപ്പൊ സ്റ്റാർച്ച് ഉണ്ടെന്ന് അറിഞ്ഞാൽ അതിന്റെ ഫുഡ് ആ ലീഫിലാണ് പ്രിപ്പയർ ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി? ക്ലിയർ ആവുന്നുണ്ടോ പറയുന്നത്? ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യത്തെ ആക്ടിവിറ്റിയിൽ നമുക്ക് മനസ്സിലായി ഒരു പ്ലാന്റ്സിന് വാട്ടർ ആൻഡ് സൺലൈറ്റ് വളരെ അത്യാവശ്യമാണ് അതിന്റെ ഗ്രോത്തിന്. ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റിയിൽ നമുക്ക് എന്ത് മനസ്സിലായി? വി ഹാവ് ഡിസ്കവേർഡ് ദാറ്റ് ഗ്രീൻ ലീവ്സ് സ്റ്റോർ സ്റ്റാർച്ച് ആസ് ഫുഡ്, അല്ലേ? അപ്പൊ നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ മനസ്സിലായി. ഇനി എന്തിനാണ് നമ്മൾ ആ ഡീകളറൈസ് ചെയ്തതെന്ന് നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും അല്ലെ? എന്തിനാണ് ലീഫിന്റെ കളർ മാറ്റിയത്? എന്നാലല്ലേ നമുക്ക് ആ ഒരു ബ്ലൂ ബ്ലാക്ക് കളർ അതിന്റെ ചേഞ്ചസ് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അത് ജസ്റ്റ് ഇതാ ഇവിടെ നിന്ന് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ ഇനി നമ്മൾ നോക്കേണ്ടത് എന്താണ്? ഹൗ ഡസ് സൺലൈറ്റ് കോൺട്രിബ്യൂട്ട് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് സ്റ്റാർച്ച് ഇൻ ദ പ്ലാന്റ്സ്? എങ്ങനെയാണ് സൺലൈറ്റ് ഇതിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? ഇവിടെ ഭാസ്കർ എന്ന് പറഞ്ഞ ഒരു കുട്ടിയുടെ കാര്യം പറയുന്നുണ്ട് കേട്ടോ. അവന് ഗാർഡനിങ് വളരെ ഇഷ്ടമാണ്. ഫ്രീ ടൈമിൽ അവൻ നന്നായിട്ട് ഗാർഡനിങ് ചെയ്യും. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഗാർഡനിങ്? അതുപോലെ തന്നെ അവനൊരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റുഡന്റ് ആണ് കേട്ടോ. അപ്പൊ അവന് അറിയാം എന്താണ് നമുക്ക് വാട്ടറും സൺലൈറ്റും ഒക്കെ എസെൻഷ്യൽ ആണ് പ്ലാന്റിന്റെ ഗ്രോത്തിനെന്ന് അവന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് അവൻ അറിയാം. ബട്ട് ഹി വണ്ടേഴ്സ് ഇഫ് സൺലൈറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ പ്രൊഡക്ഷൻ ഓഫ് ഫുഡ് ഇൻ ദ ഫോം ഓഫ് സ്റ്റാർച്ച് ഇൻ പ്ലാന്റ്സ്. അപ്പൊ അതിനുവേണ്ടി അവൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? രണ്ട് പോട്ടഡ് പ്ലാന്റ്സ് സെലക്ട് ചെയ്തു. ഒന്ന് സൺലൈറ്റിൽ ഇരിക്കുന്ന ഒരു പോട്ടഡ് പ്ലാന്റിൽ നിന്നും, അതുപോലെ തന്നെ മറ്റൊന്ന് എന്താണ്? ഡാർക്ക് റൂം 36 hours ഡാർക്ക് റൂമിൽ വെച്ചിരുന്ന ഒരു പോട്ടഡ് പ്ലാന്റിൽ നിന്നും അവൻ എന്ത് ചെയ്തു? ഓരോ ഇല വീതം എടുത്തു. ആ ഇലയുടെ പ്രത്യേകത എന്താണ്? ആ ലീഫിനകത്ത് ആ ഒരു ഇലയിൽ തന്നെ എന്താണ്? ഗ്രീൻ പാച്ചസും ഉണ്ട്, നോൺ ഗ്രീൻ പാച്ചസും ഉണ്ട്. ഓക്കെ, അങ്ങനെ രണ്ട് പ്ലാന്റിൽ നിന്നും അങ്ങനെയുള്ള രണ്ട് ലീവ്സ് അവൻ എടുത്തു. എന്നിട്ട് എന്ത് ചെയ്തു? അയഡിൻ ടെസ്റ്റ് നടത്തി. അയഡിൻ ടെസ്റ്റ് നടത്തിയാലല്ലേ നമുക്ക് അതിനകത്ത് എത്രമാത്രം സ്റ്റാർച്ച് ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ അറിയാൻ സാധിക്കുള്ളൂ. അപ്പൊ ഇതിന്റെ ഉദ്ദേശം എന്താണ്? സൺലൈറ്റ് എങ്ങനെയാണ് ഈ ഒരു സ്റ്റാർച്ചിന്റെ പ്രൊഡക്ഷന് ഹെൽപ്പ് ചെയ്യുന്നത്, ക്ലോറോഫിൽ എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയുള്ള ഒരു ടെസ്റ്റ് ആണിത്. ഓക്കെ, ആഫ്റ്റർ ഒബ്സർവേഷൻ അവൻ എന്തൊക്കെയാണ് മനസ്സിലാക്കിയെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ദാ ഇവിടെ എളുപ്പത്തിന് ഒരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിൽ ഒന്നാമത്തെ എന്താണ്? ലൈറ്റ് കണ്ടീഷൻ ആണ്. എന്താണ്? പ്ലാന്റ് കെപ്റ്റ് ഇൻ സൺലൈറ്റിൽ വെച്ചതാണ് ഇത്. ഇതാണെങ്കിൽ ഡാർക്ക് റൂമിൽ വെച്ചതാണ്. അതിനാണ് ജസ്റ്റ് ഡാർക്ക് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിൽ നിന്ന് ഓരോ ലീഫ് എടുത്തെന്ന് പറഞ്ഞു. അപ്പൊ ആദ്യത്തെ ഇതിനകത്ത് നിന്ന് എടുത്ത ലീഫിനകത്ത് നിങ്ങൾ നോക്കിക്കേ, ഗ്രീൻ പാച്ചസും ഉണ്ട്, എന്തുണ്ട്? നോൺ ഗ്രീൻ പാച്ചസും ഉണ്ട്. ഇതിലും അതുപോലെ തന്നെ എന്താണ്?
നോൺ ഗ്രീൻ പാച്ചസും ഉണ്ട്, ഗ്രീൻ പാച്ചസും ഉണ്ട്. കണ്ടല്ലോ അല്ലേ? ഇനി എന്താണ് അയോഡിൻ ടെസ്റ്റ് നടത്തിയിട്ടുള്ള കളറാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിനിടയ്ക്ക് ഇതിനകത്ത് പറയുന്നുണ്ട് ഭാസ്കർ അത് റെക്കോർഡ് ബുക്കിൽ ഇതിന്റെ ട്രേസ് ആ പേപ്പറിൽ ട്രേസ് ചെയ്തെടുത്തു. അതൊന്നും നിങ്ങൾ നോക്കണ്ട. നമുക്കിപ്പോൾ ജസ്റ്റ് റിസൾട്ട് എന്താണെന്ന് നോക്കാം. അപ്പോൾ നമുക്കറിയാം അയോഡിൻ ടെസ്റ്റ് നടത്തുമ്പോൾ എന്താണ് നമ്മുടെ അവിടെ ഫുഡ് പ്രിപ്പയർ ആയിട്ടുണ്ടെങ്കിൽ ഇവരുടെ ഫുഡ് എന്താണ് സ്റ്റാർച്ച് ആണ് അല്ലെ? സ്റ്റാർച്ച് പ്രിപ്പയർ ആയിട്ടുണ്ടെങ്കിൽ എന്ത് കളർ കാണിക്കും? ബ്ലൂ ബ്ലാക്ക് കളർ കാണിക്കും എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യം നമുക്ക് ഇവരുടെ കാര്യം നോക്കാം. അപ്പൊ നമ്മൾ സൺലൈറ്റിൽ വെച്ച ഈ ലീഫില് നോക്കിയപ്പോ അതിനകത്ത് ആ ഗ്രീൻ പാച്ചസ് ഉള്ള എല്ലാ ഭാഗത്തും എന്താണ് ബ്ലൂ ബ്ലാക്ക് കളർ വന്നിട്ടുണ്ട്. അപ്പൊ അതിനർത്ഥം എന്താണ്? അവിടെ സ്റ്റാർച്ച് ഫോർമേഷൻ നടന്നു എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ എന്തുണ്ട്? ഈ ഗ്രീൻ പാച്ചസ് എന്ന് പറഞ്ഞാൽ ഗ്രീൻ പാച്ചസിൽ ക്ലോറോഫിൽ ഉണ്ട്. അപ്പൊ അവിടെ ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ ക്ലോറോഫിൽ ആരുടെ ഹെൽപ്പോട് കൂടിയാണ്? സൺലൈറ്റിന്റെ ഹെൽപ്പോട് കൂടി അവിടെ എന്തുണ്ടാക്കി? സ്റ്റാർച്ച് ഉണ്ടാക്കി. അതുകൊണ്ടാണ് നമുക്ക് ആ കളർ കാണാൻ സാധിച്ചത്. ഓക്കെ, ഇനി അപ്പൊ നോൺ ഗ്രീൻ പാച്ചസ് നിങ്ങൾ കണ്ടോ? അവിടെ നിങ്ങൾക്ക് എന്തെങ്കിലും കളർ വ്യത്യാസം കണ്ടോ? ഇല്ല അല്ലേ? അതെന്തായിരിക്കും അവിടെ കളർ വ്യത്യാസം കാണാത്തത്? അവിടെ ഇപ്പൊ ക്ലോറോഫിൽ എന്താണ്? ഇല്ലെന്നാണോ അർത്ഥം? അല്ല, അവിടെ കുറവാണ്. എന്താണ്? ക്ലോറോഫിൽ ഇവിടെ കുറവാണ്. അപ്പൊ സൺലൈറ്റുമായിട്ട് ചേർന്നുണ്ടായ ആ ഒരു പ്രോഡക്റ്റ്, അതായത് നമ്മുടെ ഫുഡ് എന്താണ് അവിടെ കുറവായിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ അയോഡിൻ ടെസ്റ്റിന് കണ്ടുപിടിക്കാൻ പറ്റുന്നതിലും കുറച്ചാണ് അവിടെ എന്ത് സ്റ്റാർച്ച് ഫോം ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായത്? ഇവിടെ ക്ലോറോഫിൽ, അതായത് നമ്മുടെ സ്റ്റാർച്ച് ഫോം ചെയ്യണമെങ്കിൽ ക്ലോറോഫിലും അതുപോലെ തന്നെ സൺലൈറ്റും ഒരുമിച്ച് ചേർന്നിട്ടാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് അവരുടെ ഹെൽപ്പോട് കൂടിയാണ് എന്താ ലീഫ് അവരുടെ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ക്ലിയർ? ഇനി നമുക്ക് സെക്കൻഡ്, നമ്മുടെ പ്ലാന്റ് കെപ്റ്റ് ഇൻ ദ ഡാർക്ക്, അവിടെ നിന്ന് എടുത്ത ലീഫിന്റെ പ്രത്യേകത എന്താണെന്ന് നോക്കാം. അപ്പൊ ഡാർക്ക് ആണ്. ഡാർക്ക് എന്ന് പറയുമ്പോൾ അവിടെ സൺലൈറ്റ് ഇല്ല, ഓൺലി ക്ലോറോഫിൽ മാത്രമേ ഉള്ളൂ. ക്ലിയർ ആവുന്നുണ്ടല്ലോ? അപ്പൊ ഇവിടെ ടെസ്റ്റ് നടത്തിയപ്പോൾ അവിടെ ഒരു കളർ ചേഞ്ചസും സംഭവിച്ചില്ല. അപ്പൊ അതിനർത്ഥം എന്താണ്? അവിടെ സൺലൈറ്റ് ഇല്ലാത്തത് കൊണ്ട് ക്ലോറോഫിലിന് എന്തുണ്ടാക്കാൻ പറ്റിയില്ല? ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്ത് മനസ്സിലായി? സൺലൈറ്റ് മസ്റ്റ് ആയിട്ടും വേണം. ഇപ്പൊ നമ്മുടെ ഭാസ്കറിന്റെ ഡൗട്ട് ക്ലിയർ ആയില്ലേ? സൺലൈറ്റിന് എന്താണ് പ്രത്യേകത? സൺലൈറ്റ് ഉണ്ടായാൽ മാത്രമേ എന്തുണ്ടാവുകയുള്ളൂ? ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്കൊരു ഫാസിനേറ്റിംഗ് ഫാക്ട് നോക്കാം കേട്ടോ. ഇപ്പൊ നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ ലീഫും ഗ്രീൻ ലീഫാണോ? ഗ്രീൻ കളർ മാത്രമേ നിങ്ങൾ ലീഫിന് കണ്ടിട്ടുള്ളോ? അല്ല അല്ലേ? പല കളറിലെ ലീവ്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ആണെങ്കിലും നിങ്ങളുടെ ഗാർഡനിലാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പല കളറിലുള്ള ലീവ്സ് ഉണ്ട്. അതെന്തായിരിക്കും കാരണം? അപ്പൊ അവിടെയൊന്നും എന്താണ് ഫുഡ് പ്രിപ്പറേഷൻ നടക്കുന്നില്ലേ? എന്തായിരിക്കും നിങ്ങളുടെ അഭിപ്രായം? അതാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. സം പ്ലാന്റ്സ് ലീവ്സ് അപ്പിയർ റെഡ്, വയലറ്റ് ഓർ ബ്രൗൺ ബിക്കോസ് ദേ കണ്ടെയ്ൻ more of these colored pigments than the green colored chlorophyll. അതായത് ഗ്രീൻ കളർ കൊടുക്കുന്ന പിഗ്മെന്റ് ഏതാണ്? ക്ലോറോഫിൽ. മറക്കത്തില്ലല്ലോ. അതുപോലെ തന്നെ ഈ ഓരോ കളർ കൊടുക്കുന്നതിനും, ഈ വയലറ്റ് കളർ കൊടുക്കാനും റെഡ് കളർ കൊടുക്കാനും അതിൻ്റെതായ പിഗ്മെന്റ് കാണും. അപ്പോൾ ഇങ്ങനെയുള്ള ലീഫിൽ എന്താണ്? ആ പിഗ്മെന്റ് ആയിരിക്കും നമ്മുടെ ക്ലോറോഫിലിനേക്കാൾ കൂടുതൽ. എന്ന് പറഞ്ഞ ക്ലോറോഫിൽ ഇല്ലെന്നല്ല, മറ്റ് പിഗ്മെന്റ് ആയിരിക്കും മോർ. അപ്പൊ അതുകൊണ്ടാണ് നമുക്ക് എന്താണ് ഗ്രീൻ കളർ കാണാൻ സാധിക്കാത്തത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഈ മറ്റ് കളർ കൂടുതലായതുകൊണ്ട് ദിസ് ഹൈഡ് ദ ഗ്രീൻ കളർ. മനസ്സിലായോ? സം ഓഫ് ദീസ് പിഗ്മെന്റ്സ് ഓൾസോ ഹെൽപ്പ് ഇൻ ഫോട്ടോസിന്തസിസ്. കാരണം ഫോട്ടോസിന്തസിസ് ഈ ചില ഇതുപോലത്തെ ഉള്ള പിഗ്മെന്റ്സ് ഫോട്ടോസിന്തസിസിനും ഹെൽപ്പ് ചെയ്യുന്നു. യു ക്യാൻ യൂസ് ആൻ അയോഡിൻ ടെസ്റ്റ് ടു ചെക്ക് ഫോർ ദ പ്രസൻസ് ഓഫ് സ്റ്റാർച്ച് ഇൻ ദ ലീവ്സ് ഇൻഡിക്കേറ്റിംഗ് ദാറ്റ് ഫോട്ടോസിന്തസിസ് ഹാസ് ഇൻഡീഡ് ടേക്കൻ പ്ലേസ്. അല്ല, എന്താണ് ഈ ഫോട്ടോസിന്തസിസ്? നമ്മൾ പണ്ട് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഒരു ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫോട്ടോസിന്തസിസ് എന്ന്. ക്ലിയർ ആയല്ലോ? ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് കൺക്ലൂഷനിലാണ് എത്തിയത്? ലീവ്സ് എല്ലാം തന്നെ എന്താണ്? മോസ്റ്റ് ഓഫ് ദ ലീവ്സും ഗ്രീൻ കളറാണ്. കാരണം എന്താണ്? അതിനകത്ത് ക്ലോറോഫിൽ ഉള്ളത് കൊണ്ട്. അതുപോലെ തന്നെ നമ്മൾ കണ്ടു ഗ്രീൻ പാച്ചസ് ഉള്ളിടത്താണ് സ്റ്റാർച്ച് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടു അല്ലെ? അപ്പം അതിനർത്ഥം എന്താണ്? ക്ലോറോഫിൽ എന്തായാലും ആ ഒരു സ്റ്റാർച്ച് പ്രൊഡക്ഷന് ആവശ്യമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്താണ് കണ്ടത്? നമ്മൾ ക്ലോറോഫിൽ ഹെൽപ്സ് പ്രിപ്പയറിംഗ് സ്റ്റാർച്ച് ഇൻ ദ പ്രസൻസ് ഓഫ്, എന്തിന്റെ പ്രസൻസിൽ? ക്ലോറോഫിൽ മാത്രം പോരാ അല്ലെ? സൺലൈറ്റിന്റെ പ്രസൻസിൽ ക്ലോറോഫിലാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? സ്റ്റാർച്ച് പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഇറ്റ് ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രിപ്പറേഷൻ ഓഫ് സ്റ്റാർച്ച്. ഇതെല്ലാം നമുക്ക് എന്താണ്? ആവശ്യമായിട്ടുണ്ട്.
ഹെൻസ് ലീവ്സ് ആർ ഓൾസോ കോൾഡ് ഫുഡ് ഫാക്ടറീസ് ഓഫ് പ്ലാന്റ്സ്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, ലീവ്സിനെ എന്താണെന്ന് പറയുന്നത്, ഫുഡ് ഫാക്ടറീസ് ഓഫ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾ ഇത് വേണം ആൻസർ എഴുതാൻ. ഇനി അടുത്ത എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാന്റ്സിന് ഫുഡ് പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ളത്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇത്രയും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. നന്നായിട്ട് വായിച്ചു നോക്കുക, വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഓക്കെ.